നിയമസഭയിൽ ഡെപ്യൂട്ടി സ്പീക്കർക്ക് ശ്രദ്ധ ക്ഷണിക്കലിനും സബ്മിഷനും അനുമതി. ഷാനിമോൾ ഉസ്മാന്റെ അഭ്യർത്ഥന മാനിച്ചാണ് അനുമതി നൽകി സ്പീക്കറുടെ റൂളിംഗ്. 1991 മുതൽ തുടർന്നു വരുന്ന കീഴ്വഴക്കമാണ് ഇതോടെ മാറുന്നത്. എസ് വിനേഷ് കുമാർ തിരുവനന്തപുരത്ത് ചെയ്യുന്നു. വിനോഷ്, എന്താണ് ഇത് സംബന്ധിച്ച് നമുക്ക് നൽകാൻ കഴിയുന്ന കാര്യങ്ങൾ? സ്പീക്കർക്ക് തീരുമാനിക്കാവുന്ന കാര്യങ്ങളാണോ? എന്താണ് ഈ വരുന്ന ഭേദഗതി കൊണ്ട് ഉണ്ടാകുന്ന പ്രയോജനം? ഷുഹൈൽ, 1991 മുമ്പ് വരെ ഇത്തരത്തിൽ ഡെപ്യൂട്ടി സ്പീക്കർക്ക് സബ്മിഷനും ശ്രദ്ധ ക്ഷണിക്കലിനും അനുമതി ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് ഇങ്ങനെ ഒരു മാറ്റം വരുത്തിയത് എന്നാണ് സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറയുന്നത്. ഷാനിമോൾ ഉസ്മാന്റെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ടാണ് ഇങ്ങനെ ശ്രദ്ധ ക്ഷണിക്കലിനും സബ്മിഷനും അനുമതി നൽകുന്നത്. നമുക്കറിയാം, സാധാരണ നിലയിൽ സ്പീക്കർ ഇല്ലാത്ത സമയങ്ങളിലാണ് ഡെപ്യൂട്ടി സ്പീക്കർ ഉണ്ടാവുക, അല്ലാത്ത സമയത്ത് സഭയിൽ തന്നെയാണ് ഉണ്ടാവുക. സ്പീക്കർ ഇല്ലെങ്കിൽ മാത്രം അവർക്ക് സഭയിൽ അവിടെ സ്പീക്കറുടെ ചുമതല, ഡെപ്യൂട്ടി സ്പീക്കർക്ക് സ്പീക്കറുടെ ചുമതല ഉണ്ടാവും. ആ സമയങ്ങളിൽ മാത്രമാണ് സബ്മിഷനും അതുപോലെ തന്നെ ഈ ശ്രദ്ധ ക്ഷണിക്കലിനും കഴിയാതെ വരികയുള്ളൂ എന്നുള്ളതാണ് അവർക്ക് അനുമതി നൽകി സ്പീക്കറുടെ റൂളിംഗ്. തിരുവനന്തപുരം രാധാകൃഷ്ണന്റെ 91 ശേഷമുള്ള ഒരു തീരുമാനമാണ് വന്നിട്ടുള്ളത്. എന്തായാലും അവരുടെ ഷാനിമോൾ ഉസ്മാന്റെ അഭ്യർത്ഥന മാനിച്ചാണ് തീരുമാനം എന്നും സ്പീക്കർ വ്യക്തമാക്കി. എന്തായാലും സ്പീക്കറുടെ അഭാവത്തിൽ ഡെപ്യൂട്ടി സ്പീക്കർക്ക് ശ്രദ്ധ ക്ഷണിക്കലും സബ്മിഷനും അനുമതി നൽകിക്കൊണ്ട് സ്പീക്കർ തന്നെയാണ് റൂളിംഗ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.